അലയാതെ തേടിയ കുടുംബമെല്ലാം ബസ്തിയിൽ മാത്രം ചിരഞ്ജീവിയായി. ഇനി എന്ന് കൂടും നാം ആർമാദിപ്പാൻ, പൊന്നുള്ള ഭൂമിയെ ഉഴുതിളക്കാൻ. വിഭജനം പെറ്റ ഇരട്ടകളെ എന്തിനീ നിങ്ങൾ കലഹമോദി. ഈ കവിതയിലൂടെ ആദ്യത്തെ വരികളിൽ 80 ആണ്ടിന് മുമ്പ് മൃത്യരെല്ലാം നിന്നിറങ്ങി ഓർമ്മ പേറുന്നോരായി. ഈ ഒരു കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനും ഈ കൃത്യം 80 വർഷത്തോട് അടുക്കുകയാണ് ഇന്ത്യ പാക് വിഭജനം, അഥവാ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 80 വർഷത്തോട് അടുക്കുന്ന അവസരത്തിൽ ഇന്ന് ആ ഒരു വർഷം കഴിഞ്ഞു. അവര് മൃത്യരെല്ലാം മരണപ്പെട്ട അതുവരെ ജീവനുണ്ടായിരുന്ന ശരീരങ്ങളായിട്ട് ഉപമിച്ചിട്ട് ഇനി അങ്ങോട്ട് മൃത്യു അടിഞ്ഞ മരിച്ചവരായ ഒരു കൂട്ടം അവിടുന്ന് ഇറങ്ങിപ്പോയതിന് തുല്യമായിരുന്നു എന്നുള്ളതാണ് ഈ കവിതയിലൂടെ ഉമ്മറപ്പടി പറഞ്ഞു വെക്കുന്നത്. അവര് മൃത്യരായ മനുഷ്യർ, മരിച്ചുപോയ മനുഷ്യർ അവിടുന്ന് ഇറങ്ങിപ്പോയി, ഓർമ്മ പേർന്നു. ആ ഓർമ്മയും പേറിയിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ ഒരു മരിച്ച ജീവച്ചവങ്ങളായിട്ടായിരുന്നു അവർ അവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഇന്നാകട്ടെ നാൽക്കാലികളും സ്വൈര്യമായി വിഹരിച്ചു എന്മടിയിൽ. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ നാൽക്കാലികളായിട്ടുള്ള ആളുകള്, നാൽക്കാലികളായിട്ടുള്ള ജീവികള് അവർ വന്നിട്ട് സ്വൈര്യമായി വിഹരിച്ച് നടക്കുകയാണ് എന്റെ മടിയിൽ. അഥവാ ഈ പടികളിലൊക്കെ ഇന്ന് അവരാണ്. പണ്ട് ഈ കുടുംബക്കാരെല്ലാം വന്ന് തമാശ പറഞ്ഞിരുന്ന, കളിച്ചും ചിരിച്ചും ആർമാദിച്ചിരുന്ന ഇടങ്ങളിലെല്ലാം നാൽക്കാലികൾ വന്ന്, മറ്റുള്ള ജീവികൾ വന്ന് സ്വൈര്യമായി വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നോളം ഹൃദയം ബന്ധിതമായി എണ്ണയിൽ വീണു ഹൃദയം അറിയുന്നോനും. ഈ ഒരു വരിയോട് ഉദ്ദേശിക്കുന്നത് ഇന്നോളം ഹൃദയം അഥവാ ഹൃദയം ബന്ധിതമായി എന്ന് പറയുമ്പോൾ ചവിട്ടൽപ്പടി അല്ലെങ്കിൽ ഉമ്മറപ്പടി എന്ന് പറയുന്നത്, അതിന്റെ ഹൃദയം എന്ന് പറയുന്നത് ആ വാതിലാണ്. ആ വാതിൽ അടച്ചു. അതുപോലെ തന്നെ എണ്ണയിൽ വീണു ഹൃദയം അറിയുന്നു എന്ന് പറയുമ്പോൾ ഹൃദയം അറിയുന്ന ആള് എണ്ണയിൽ വീണു. ഈ ഹൃദയം അറിയുന്ന ആള് തന്നെ ആ ഹൃദയത്തെ തുറക്കാൻ കഴിയുന്നത് ചാവിക്കാണ്. ആ ചാവിയെയാണ് ഹൃദയം അറിയുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിലെന്തിട്ടുള്ളത് ഉപമിച്ചിട്ടുള്ളത്. എണ്ണയിൽ വീണെന്ന് പറയാൻ കാരണം പല കുടുംബങ്ങളും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. പലരും ഈ വിഭജനത്തെ താൽക്കാലികമായിട്ടാണ് കണ്ടിരുന്നത്. പല സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും അഥവാ ഈ ചരിത്ര മേഖലയിൽ സർവേ നടത്തിയ പലവരും ഈ ഒരു വിഭജനത്തെ താൽക്കാലികമായിട്ടായിരുന്നു പല കുടുംബങ്ങളും കണ്ടിരുന്നത് എന്ന് സമർത്ഥിക്കുന്നുണ്ട്. അവരുടെ ചാവി തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി പഴയ വീടിന്റെ ചാവി എണ്ണയിലിട്ട് വെച്ച് സൂക്ഷിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് എണ്ണയിൽ വീണു ഹൃദയം അറിയുന്നു എന്ന് പറഞ്ഞാൽ ഉമ്മറപ്പടിയുടെ ഹൃദയമായ കവാടം. ആ കവാടത്തിനെ അറിയുന്നത് ചാവിക്കാണ്. ആ ചാവി അത് തുറക്കുന്ന ചാവിയെയാണ് ഹൃദയം അറിയുന്നത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ തലമുറയെ കണ്ട് നീരാടുന്നു ഇനിയാശയില്ലെന്ന് പുലമ്പിയിടുന്നു. ആ ചാവി പിന്നീട് തലമുറകളായിട്ട് അന്നുണ്ടായിരുന്ന വൃദ്ധരും പോയി, മധ്യവയസ്കരായിരുന്ന ആളുകൾ ഇന്ന് വൃദ്ധരായി, അവർക്ക് പേരക്കുട്ടികളായി. അങ്ങനെ വന്ന് വ്യത്യസ്ത തലമുറകളെ കണ്ടിട്ട് ഇന്ന് ആ ഒരു ചാവി ഇന്ന് എന്താണ്, ആ ഹൃദയം അറിയുന്ന ചാവി അവിടെ നീരാടിക്കൊണ്ടിരിക്കുകയാണ് ആ എണ്ണയിൽ. ഇനി ആശയില്ലെന്ന് പുലമ്പിയിടുന്നു. അഥവാ ഇനി ഒരു ആശയില്ല, ഇനി തിരിച്ചു പോകാൻ ഒരു ആശ നമുക്കില്ല. കാരണം ഇത്രത്തോളമായി, അവസ്ഥ വളരെ മോശമായി എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധമുഖം വലിച്ചേറ്റി വന്നു അറ്റുപോയിടുന്ന പുതുനാമ്പുകളെ. അഥവാ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഒന്ന് മൂർച്ഛിച്ചതോടുകൂടിയിട്ട് തന്നെ ആ യുദ്ധം അതിന്റെ അനന്തരഫലമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അറ്റുപോയിടുന്ന പുതുനാമ്പുകൾ. അഥവാ ഒരു പ്രതീക്ഷയുടെ പുതുനാമ്പുകൾക്ക് പകരം ആ പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ അറ്റുപോയ അവസ്ഥയിലാണ് അത് പിന്നീട് നമുക്കത് തിരിച്ചു പോകാനുള്ള അവസരങ്ങൾ കൊണ്ടുവന്നത്. അലയാതെ തേടിയ കുടുംബമെല്ലാം ബസ്തിയിൽ മാത്രം ചിരഞ്ജീവിയായി. അലയാതെ നമ്മുടെ ഉമ്മറപ്പടി ഒരു ഭാഗത്ത് സ്ഥായിയായി നിൽക്കുകയാണ്. പക്ഷെ എന്നാലും അത് എന്തിനെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്, തന്റെ കുടുംബത്തെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവര് ആ കുടുംബം ബസ്തിയിൽ മാത്രം ചിരഞ്ജീവിയായി എന്ന് പറയുമ്പോൾ ബസ്തി അഥവാ ഈ ഒരു ബസ്തി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കുടുംബങ്ങൾ ഇങ്ങനെ പല ദുരിതം അനുഭവിച്ചവരുണ്ട്. ആ കുടുംബങ്ങളൊക്കെ അവരുടെ ഉമ്മറപ്പടി തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഉമ്മറപ്പടി പറയാണ് ഈ ബസ്തിയിൽ മാത്രം ചിരഞ്ജീവിയായി എന്ന് പറയുമ്പോൾ ബസ്തി ഈ ഇംതിസാർ ഹുസൈന്റെ ഈ ഒരു വിഷയം
ഈ പ്രമേയം ഇതിന് പ്രമേയമാക്കിയിട്ട് എഴുതപ്പെട്ട അങ്ങനത്തെ പല കുടുംബങ്ങളെയും പ്രമേയമാക്കി എഴുതപ്പെട്ട ഇംതിസാർ ഹുസൈന്റെ ഒരു നോവലാണ് ബസ്തി എന്നുള്ള നോവൽ. പാകിസ്ഥാനി സാഹിത്യകാരനായ ഇംതിസാർ ഹുസൈൻ അദ്ദേഹം എഴുതിയ ആ നോവൽ ഇതേപോലെ ഒരു കുടുംബത്തെ, തന്റെ ഓർമ്മകളിൽ നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെയാണ് പ്രമേയമാക്കിക്കൊണ്ടിരുന്നത്. ആ ബസ്തിയിലൂടെ തന്റെ കുടുംബം ഭൗതികമായിട്ടും മരണമടഞ്ഞെങ്കിൽ കൂടി ആ ഒരു ബസ്തി എന്ന കൃതിയിൽ അവരുടെ സ്മരണ ഇന്നും ചിരഞ്ജീവിയായിട്ട് അനശ്വരമായി നിലനിൽക്കുന്നു. എന്നിട്ട് ആ ഉമ്മറപ്പടി ചോദിക്കുകയാണ്, ഇനി എന്ന് കൂടും നാം ആർമാദിപ്പാൻ പൊന്നുള്ള ഭൂമിയെ ഉഴുതിളക്കാൻ. ഇനി എന്നാണ് നമ്മൾ ഈ ഒരു ഉമ്മറപ്പടിയിൽ നിന്ന് ആർമാദിക്കാൻ വേണ്ടിയിട്ട് എന്നോടൊപ്പം നിങ്ങൾ ചേരുക എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ പൊന്നുള്ള ഭൂമിയെ ഉഴുതിളക്കാൻ എന്ന് പറയുമ്പോൾ അതിൽ രണ്ടൊരു അർത്ഥമുണ്ട്. അഥവാ ഭൂമിക്ക് പൊന്നുള്ള ഭൂമിയെ ഉഴുതിളക്കാൻ എന്ന് പറയുമ്പോൾ ഭൂമി പുറപ്പെടുവിക്കുന്ന പൊന്നാണ് നമ്മുടെ കൃഷി. അതുപോലെ തന്നെ അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൽക്കാലികമായിട്ട് പലവരും ഈ ഒരു ഇതിനെ കണ്ടപ്പോ, ഈ ഒരു വിഭജനത്തെ കണ്ടപ്പോ തങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, പൊന്ന്, അതുപോലത്തെ മറ്റു സ്വർണ്ണങ്ങളൊക്കെ ഭൂമിയിൽ കുഴിച്ചിട്ട് കൊണ്ടായിരുന്നു അവർ പാലായനം ചെയ്തത്. അപ്പോൾ ആ ഒരു പൊന്ന് ഇപ്പോഴും പല ഭൂമികളിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭൂമിയെ അതിനെ ഒഴുതി മറക്കാൻ നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു വരിക എന്നാണ് ചോദിക്കുന്നത്. വിഭജനം പെറ്റ ഇരട്ടകളെ എന്തിനീ നിങ്ങൾ കലഹമോദി. വിഭജനം പെറ്റ ഇരട്ടകളാണ് ഇന്ത്യയും പാകിസ്ഥാനും. അഥവാ വിഭജനം എന്ന ഈ ഒരു ഒറ്റ സംസ്കാരം എന്ന ഗർഭപാത്രം, അത് കലഹം, പരസ്പരം സാമൂഹിക കലഹം എന്ന പ്രസവ ലക്ഷണങ്ങൾ കാണിച്ചപ്പോൾ വിഭജനം എന്ന ഒരു പ്രക്രിയയിലൂടെ പറ്റി രണ്ട് ഇരട്ടകളായി മാറി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനീ നിങ്ങൾ കലഹമോദി. പിന്നീട് എന്തിനാണ് ഇരട്ടകളായ സഹോദരങ്ങളായ നിങ്ങൾ കലഹമോദാൻ നിന്നു? ആ ഒരു കലഹമല്ലേ എന്നെയും എന്റെ കുടുംബത്തെയും വേർതിരിച്ചത് എന്ന് ഈ ഉമ്മറപ്പടി ചോദിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയുടെ ഒരു പ്രധാന കാരണം ആയിട്ട് ഇന്ന് പലവരും ചൂണ്ടിക്കാട്ടുന്ന ഒന്നാണ് വിഭജനം എന്നുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ്